ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാനും സമർപ്പണം നടത്തി ഇവിടെ ജോലി ചെയ്യുന്നു, ശുശ്രൂഷയിലാണ്. എന്നെപ്പോലെ പ്രിയപ്പെട്ട അച്ഛന്മാരൊക്കെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ്. പക്ഷേ ഒരു ചോദ്യം ഇങ്ങനെ ഉയരുകയാണ്. ചിലയിടത്തു നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നതും കൊണ്ടായതുകൊണ്ട് ആ ചോദ്യം ഞാൻ ഉയർത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ജീവിത സമർപ്പണം വേണോ? ചിലപ്പോൾ ഞാൻ ദൈവവിളി പ്രൊമോട്ടേഴ്സ്, പ്രോത്സാഹകരായിട്ടുള്ളവർ വീടുകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മടക്കി അയക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാരുടെ സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകും. നീ അങ്ങനെ സാംസ്കാരിക നേതാക്കന്മാരെ ഒന്നും നോക്കേണ്ടതില്ല. പച്ചയായി ഇടവകയിലിരിക്കുന്ന അച്ഛന്മാർ തന്നെ നേരിട്ട് ചിലപ്പോൾ തിക്താനുഭവങ്ങളുടെ നടുവിൽ മാറിയിരുന്ന് നൊമ്പരപ്പെട്ട് ചിലപ്പോൾ ചിന്തിച്ചു പോകുന്ന അവസരമുണ്ട്. പെട്ടെന്ന് ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് എൻ്റെ ഒരു ഇടവകാനുഭവം പറയുകയാണ്. എൻ്റെ അപ്പച്ചനെ കഴിഞ്ഞും ചാച്ചനെ കഴിഞ്ഞും പ്രായമുള്ളൊരു ചേട്ടൻ ഒരു സായാഹ്നത്തിൽ എന്നെ കാണാൻ വന്നു. ഞാൻ ആദരവോടെ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞൊരു കസേരയിൽ അതേ ഇരുന്നൊന്നുമില്ല. പെട്ടെന്ന് എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, എന്തിനാണ് അച്ഛനായത്? അപ്പോൾ ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പം അദ്ദേഹം തമാശ ചോദിക്കുന്നതാണെന്നുള്ള മട്ടിൽ ഞാൻ ശ്രദ്ധിച്ചു. അല്ല, അദ്ദേഹം വളരെ ഗൗരവത്തിലാണ്. ഞാനിങ്ങനെ പറഞ്ഞ പോലെ നല്ല മര്യാദയുടെ വാക്കുകളല്ല കേട്ടോ, കട്ടിയായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. ഇത്തരം സമർപ്പണങ്ങൾ പ്രസക്തമാണോ, വേണോ? എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നത് ചിന്തിക്കേണ്ടതില്ലേ? ഇങ്ങനെ വെല്ലുവിളികൾ ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ അഗസ്റ്റിൻ, ഡീക്കൻ അഗസ്റ്റിൻ, ഇതാ നാഥ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ആള് ചെറുതാണ് എന്ന് തോന്നുമെങ്കിലും ധീരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എന്തോ ചെയ്യാനായിട്ട് കഴിയും, എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കർത്തൃ ശുശ്രൂഷയ്ക്കായി സമർപ്പണം നടത്താൻ തയ്യാറായി ഈ പ്രിയമകൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം. വെല്ലുവിളികളുടെ ഒരു ലോകത്ത് വെല്ലുവിളികളെ അതിജീവിക്കുവാനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയമകൻ വലിയ ഒരുക്കത്തോടുകൂടിയാണ് ഈ മകനിവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അതെന്താണ് അങ്ങനെ ഞാൻ പറയുന്നത്? അഗസ്റ്റിൻ സാധാരണ ഇവിടെ ഇടവക വൈദികരാണ് കൂടുതലുള്ളത്, ഞങ്ങളെപ്പോലുള്ളവർ അങ്ങനെയാണ്. പക്ഷേ അഗസ്റ്റിൻ ഒരു പ്രത്യേക രീതിയിലാണ് തൻ്റെ സമർപ്പണം നടത്തുന്നത്. ഒരു സന്യാസ സഭയോട് ചേർന്ന് വൈദിക ശുശ്രൂഷ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ഇതിനുവേണ്ടി ഒരുങ്ങി എന്ന് പറയുന്നത് സന്യാസ ജീവിത ശൈലിക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് എന്നോണം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി സമർപ്പണം നടത്തുന്ന പുണ്യമുഹൂർത്തം. എന്താണ് ഈ സന്യാസം? സന്യാസത്തിൻ്റെ അർത്ഥം സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഒക്കെ അറിയാം, എങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് ഒന്ന് പറയുകയാണ്. സന്യാസം ആ വാക്ക് തന്നെ മനോഹരമാണ്. സംന്യസിക്കുക എന്നാണ് വാക്ക്. സംന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പരിത്യജിക്കുക എന്നാണ്. എല്ലാം പരിത്യജിക്കുകയോ? എന്തിനു വേണ്ടി? അതെ, അതാണ് പ്രധാനപ്പെട്ടത്. എന്തോ വാരിപ്പുണരാൻ വേണ്ടി എല്ലാം പരിത്യജിച്ച് അന്വേഷണം തുടങ്ങുന്ന ഒരാളുടെ പേരാണ് സന്യാസി. എന്താണ് ആ വാരിപ്പുണരാൻ പോകുന്നത്? എന്താണ് പരിത്യജിക്കുന്നത്? ഇവ രണ്ടും കൂടി കൂട്ടിച്ചേർക്കണം. വാരിപ്പുണരാൻ പോകുന്നത്
മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ നാം കാണുന്നത് പോലെ ഒരു നിധിയെക്കുറിച്ച് അവബോധമുള്ള ഒരു വ്യാപാരി അവിടെ എവിടെയോ കേട്ടു ആ വയലിൽ നിധിയുണ്ട് എന്ന്. എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റു, എല്ലാം ഉപേക്ഷിച്ചു. അതിനുശേഷം പോയി ആ വയൽ, അതിൻ്റെ ആ പ്രദേശം മുഴുവനും കൂടി അദ്ദേഹം വാങ്ങിയെടുക്കുകയാണ്. വാങ്ങിയെടുത്ത് അത് സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ദൈവം എന്ന യാഥാർത്ഥ്യം അതേതോ വിധത്തിൽ മനോഹരമാണ്, സ്വന്തമാക്കപ്പെടേണ്ടതാണെന്ന് തോന്നിയതോടുകൂടി ഈശോ എന്ന യാഥാർത്ഥ്യം ഏതോ വിധത്തിൽ സുപ്രധാനമാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി എല്ലാം പരിത്യജിച്ച്, സർവവും പരിത്യജിച്ച് ഈശോയുടെ വഴിയിലേക്ക് വരുന്ന, സമർപ്പണം നടത്തുന്ന ശൈലിയാണ് സന്യാസം. ഇങ്ങനെ പുൽകാൻ കഴിഞ്ഞാൽ, ദൈവം എന്ന നിധിയെ പുണരാൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നറിയോ? ഇതിലും വലിയ ആനന്ദം മറ്റൊന്നില്ല. അതിനാലാണ് ഭാരത ചിന്തയിൽ ഈ സന്യാസികളെ ഋഷികൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഋഷി ആരാണ്? സന്തോഷം പേർന്നവനാണ്. എന്താണ് മഹർഷി? മഹാസന്തോഷം പേർന്നവനാണ്. മഹത്തായ രീതിയിൽ സന്തോഷം ആവഹിച്ച് ആസ്വദിച്ച് കഴിയുന്നതിനാൽ ഒരു സന്യാസിക്ക് ഒരു പ്രശ്നവുമില്ല. എല്ലാം പരിത്യജിച്ചതിൽ ഒരു നഷ്ടവുമില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ആഭരണമാണ് ലാളിത്യം. അവൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് അവൻ ഏകനായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ അഗസ്റ്റിൻ വ്രതങ്ങളെല്ലാം എടുത്ത് കർത്താവിന് സമർപ്പണം നടത്തി. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഈ വ്രതങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരുങ്ങി ഇതാ അൾത്താരയുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ ഒരുക്കം എന്ന് പറഞ്ഞത്. ഇടവക വൈദികര് ഇത്തരത്തിൽ ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആഴമേറിയ വ്രതങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടല്ല, നിത്യവ്രതവും നടത്തിയതിന് ശേഷമാണ് ഈ പട്ടങ്ങളിലേക്ക് ഇവർ വരുന്നത്. അതാണ് ഞാൻ മഹാ ഒരുക്കം എന്ന് ഞാൻ പറയുകയുണ്ടായത്. പ്രിയമുള്ളവരെ, അതിനാൽ ഇന്നിപ്പോൾ ഈ പൗരോഹിത്യ പട്ടം എന്ന കൂദാശക്രമം നടക്കുന്നതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിന്, ശമ്മാസിന് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നും കൂടി നമ്മുടെ ഓർമ്മയിൽ വെക്കാം. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനമനുസരിച്ച് ഇപ്രകാരം ഒരു പ്രതിപാദനമാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കൂദാശയാണല്ലോ. ഈ കൂദാശ ഈ മകനിൽ ഇന്ന് നിക്ഷേപിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മുദ്രയാണ്. ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു മുദ്ര ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ മകന് ലഭിക്കാൻ പോവുകയാണ്. അവൻ എന്നേക്കുമായി തമ്പുരാൻ്റെ പുരോഹിതനായി മാറാൻ പോവുകയാണ്. നിത്യ പുരോഹിതനായി. മായ്ക്കാൻ പറ്റാത്ത മുദ്ര, ആൻ ഇൻഡെലിബിൾ മാർക്ക് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമുക്ക് പരിചയമുണ്ട്. ചിലർക്ക് പൗരോഹിത്യ ജീവിതം അല്ലെങ്കിൽ സമർപ്പണ ജീവിതം ബുദ്ധിമുട്ടാണെന്ന് തോന്നി അവർ ആ സ്റ്റൈലിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ സഭാധികാരികൾ ഇടപെട്ട് അവർക്ക് അതിൽ നിന്നുള്ള അനുവാദം കൊടുക്കും. ഈ അനുവാദം എന്ന് പറയുന്നതിൽ എന്താ സംഭവിക്കുന്നത്? ഈ വ്യക്തി തൻ്റെ പൗരോഹിത്യ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കേണ്ടതില്ല എന്ന രീതിയിലൊരു അനുവാദം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ആള് എന്നേക്കും പുരോഹിതനാണ്. എന്നേക്കും മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി തിരുസഭയിലെ അംഗമാകുന്നു, ദൈവപുത്രനാകുന്നു എന്ന് പറഞ്ഞതുപോലെ സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവൻ മുദ്രിതരാകുന്നു എന്ന് പറയുന്നത് പോലെ പൗരോഹിത്യം എന്ന കൂദാശ സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തി എന്നേക്കുമായി നിത്യപുരോഹിതൻ്റെ പൗരോഹിത്യത്തിലോട് ചേർന്ന് ഇനി അനന്തതയിൽ പുരോഹിതനായിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വലിയ കൃപയാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. രണ്ടാമതായിട്ട് പറയപ്പെടുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് പറയപ്പെടുന്ന കാര്യം ഇതാണ്. ഒരു പ്രത്യേക കൃപയാൽ ഈ മകൻ ഈശോയുടെ
വ്യക്തിത്വത്തോട് അനുരൂപപ്പെടാൻ പോകുകയാണ്. വിത്ത് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹി ഈസ് ഗോയിങ് ടു ബി കോൺഫിഗേർഡ് ടു ക്രൈസ്റ്റ് എന്നാണ് പറയുക. ഈശോയോട് അനുരൂപപ്പെടാൻ പോകുന്ന പുണ്യമുഹൂർത്തം. അങ്ങനെ എന്തിനാണ് ഈ അനുരൂപപ്പെടുന്നത് എന്ന് തോന്നിപ്പോകും. എന്തിനാണെന്നുള്ളത് വ്യക്തമായി സഭയ്ക്ക് കാഴ്ചപ്പാടുണ്ട്. ഈശോ എന്ത് ശുശ്രൂഷ ചെയ്യാൻ ഭൂതലത്തിലേക്ക് വന്നുവോ ആ എല്ലാ ശുശ്രൂഷകളും അഗസ്റ്റിൻ ഭൂതലത്തിൽ എവിടെ ചെന്നാലും ചെയ്യാനായി അയക്കപ്പെടാൻ പോകുകയാണ്. ഈശോയുടെ ശുശ്രൂഷ അതേപടി തുടരാൻ. എന്തൊക്കെയാണ് ഈശോ ചെയ്ത ശുശ്രൂഷ എന്ന് നമുക്കറിയാം. ഈശോ പാപങ്ങൾ മോചിച്ചു, അങ്ങനെ സൗഖ്യം നൽകി. സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹീലിംഗ് അവൻ നൽകി. ഇത് അനുസ്യൂതം പൗരോഹിത്യത്തിലൂടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. അവൻ ഔദ്യോഗികമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലദേശങ്ങൾക്കതീതമായി പ്രബോധനം നടന്നുകൊണ്ടേയിരിക്കണം. പ്രസംഗത്തിലൂടെ, ഇതര കാര്യങ്ങളിലൂടെ തമ്പുരാന്റെ സന്ദേശം എല്ലാ ജനങ്ങളിലും എത്തിക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രബോധനം നടക്കുകയാണ്. അടുത്ത ഘട്ടം അവൻ നയിക്കുകയാണ്. എങ്ങനെ? നല്ലിടയനെ പോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് നിയതമായ ഒരു ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ലീഡിംഗ് പേഴ്സൺ. പൗരോഹിത്യത്തിൻ്റെ 3 ധർമ്മങ്ങളും ഇവിടെ വ്യക്തമാകുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ദൈവം ഒരു മനുഷ്യനെ ഇങ്ങനെ ഉയർത്തുമ്പോൾ പ്രാർത്ഥനകൾക്കിടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും, ബലഹീനരായ മനുഷ്യരെ ദൈവം തൻ്റെ കൃപ വർഷിച്ചുകൊണ്ട് വലിയ ദൗത്യത്തിനായി പറഞ്ഞയക്കുന്ന, വിസ്മയം നടക്കുന്ന, അത്ഭുതം നടക്കുന്ന പുണ്യമുഹൂർത്തമാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷ എന്ന് നമുക്ക് തിരിച്ചറിയാം. ചുരുക്കത്തിൽ അത്ഭുതത്തിന് സാക്ഷികളാകുകയാണ് നാം എല്ലാവരും. ദൈവം ഒരുവനെ ദൈവപുത്രനാക്കി മാറ്റി ഈശോയെ പോലെ ദൗത്യം നിർവഹിക്കാൻ അയക്കുന്ന പുണ്യമുഹൂർത്തം. ഇത് വേണോ വേണ്ടയോ? ഇത് കാലദേശങ്ങൾക്ക് അതീതമായിട്ട് പ്രസംഗിക്കപ്പെടണോ? ആവശ്യമുണ്ടോ? ഒരു പ്രദേശത്തെ, ഒരു നാടിനെ നമ്മൾ വൈദികരില്ലാതെ വിടുക. 20 വർഷങ്ങൾ കഴിയുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ അവിടുത്തെ കല്ലിനെ, പുല്ലിനെ, മരങ്ങളെ ആരാധിക്കാൻ തുടങ്ങും. നോക്കുക, ക്രിസ്തുമതത്തിൽ നിന്ന് അകന്നുപോയ ഓരോ സംസ്കാരങ്ങളും ഇന്ന് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇന്ന് നാടിൻ്റെ പുരോഗതിയുടെ പേരിൽ, സാംസ്കാരിക സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ, സ്വതന്ത്ര ചിന്തയുടെ പേരിൽ പുത്തൻ ആശയങ്ങൾ വരുന്നു. പക്ഷെ നശിക്കുന്നത് എന്താണ്? ഒരു ആന്തരികതയാണ്. ആന്തരികത ചോർന്നു പോകുന്നിടത്ത് എന്താണ്? അന്ധവിശ്വാസങ്ങൾ കയറി വരാൻ തുടങ്ങും. ഇവിടെയാണ് ഈശോ എന്ന ആ പ്രവാചകൻ, ആ ഗുരു വന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പ്രസക്തമാകുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുതപിച്ച് മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ഷണം. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നു. പക്ഷേ നമുക്കൊരിടത്തും പാപമോചനം കിട്ടുകയില്ല. പാപമോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഭിഷിക്തരുടെ സാന്നിധ്യം വേണം. ഈശോ വന്നില്ലായിരുന്നെങ്കിൽ ഭൂതലം പ്രാന്താലയമായി തീരുമായിരുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോസ്റ്റോവിസ്കി എന്ന് പറഞ്ഞ നോവലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ വന്നില്ലായിരുന്നെങ്കിൽ ഭൂതലം പ്രാന്താലയമാകുമായിരുന്നു. കാരണം എന്താണ്? കുറ്റബോധം കൊണ്ട് വിമോചനമില്ലാതെ മനുഷ്യൻ നശിച്ച് വീഴും. പ്രാന്താലയം. നോക്കൂ, വിമോചനത്തിൻ്റെ പടകധ്വനിയുമായി കടന്നു വരുന്ന ഈശോയുടെ സാന്നിധ്യം, ഈ സുവിശേഷം എക്കാലത്തും പ്രഘോഷിക്കപ്പെടുക തന്നെ വേണം പ്രിയമുള്ളവരെ. അതിനാൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൗത്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുവാൻ,
എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കൂടി ഒരു സൂചന ഞാൻ നൽകട്ടെ. വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം സ്നാപകന്റെ പിതാവ് സക്കറിയ ഒരു കീർത്തനം ആലപിക്കുന്നുണ്ട്. ദേവാലയത്തിലെത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനകത്തെ ഒരു വചനം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്തിനാണ് ഈ ഒരു രക്ഷകൻ വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം ഞാൻ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. എന്തിനാണ്? നിർഭയം പരിശുദ്ധിയിലും നീതിയിലും അങ്ങയുടെ മുമ്പിൽ എപ്പോഴും ആയിരിക്കുന്നതിന് അനുഗ്രഹം നൽകാനാണ് ഇത്. എന്താണ് ഇത്? മനുഷ്യാവതാരം. നിർഭയം വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയാവിശേഷണം ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓർത്ത് നോക്കിയേ, ഇന്ന് നമുക്ക് നിർഭയരായി എന്തെങ്കിലും സംസാരിക്കാനാവുമോ? നിർഭയം എന്തെങ്കിലും ചെയ്യാനാവുന്നുണ്ടോ? എവിടെയും അടിമത്വം. ഭാരതം സ്വതന്ത്രമായി, പക്ഷേ ഞാൻ പറയും ആയിട്ടില്ല. ചിന്തകൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇവിടെയാണ് ഈശോയുടെ സുവിശേഷത്തിന്റെ പ്രസക്തി. നിർഭയം. ഇനി അങ്ങനെ വ്യാപരിക്കേണ്ടത് നീതിയിലും പരിശുദ്ധിയിലും. എപ്പോഴൊക്കെയാ? വല്ലപ്പോഴുമല്ല, സദാ. സദാ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കേണ്ടതിന് അടുത്ത വാക്കും കൂടെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തിറങ്ങിയാൽ സാധിക്കില്ല. ഇത് കൃപ കിട്ടിയെങ്കിൽ മാത്രമേ ഇങ്ങനെ നിർഭയം വിശുദ്ധിയിൽ കഴിയാനാവുകയുള്ളൂ. അതിനാൽ കൃപ നൽകുന്ന തമ്പുരാനോട് ചേർന്നിരിക്കുക സുപ്രധാനമാണ്. അതാണ് മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ശാഖ ചെടിയിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ അങ്ങനെ ചേർന്നിരിക്കാൻ പറ്റിയ ഒരു കോൺഗ്രിഗേഷനെ കണ്ടെത്തിയിരിക്കുകയാണ്. ദിവ്യകാരുണ്യ പ്രേക്ഷിത സഭ. എത്ര മനോഹരമാണ്! ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഉപാസന നടത്തി പ്രകാശിതരായി ശക്തി പ്രാപിച്ച് സൗഖ്യവുമായി ജനങ്ങളുടെ മക്കളിലേക്ക് ഇറങ്ങാനായുള്ള നൽകുന്ന പ്രേരണ നൽകുന്ന ഒരു സന്യാസ സമൂഹം. അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്, ഈ സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സേവനം. അവർ ദൈവത്തെ കണ്ടെത്തിയതുപോലെയാണ് അവരുടെ ചില കൃതികളിലൂടെയൊക്കെ വരുന്ന വാക്കുകൾ. നല്ല ദൈവത്തെ വർണ്ണിച്ചുകൊണ്ട് അവരുടെ ആരോ എഴുതിയ ഒരു പ്രാർത്ഥനാ ഗാനമാണ്, നമ്മുടെ ദൈവം ഇതാ, നമ്മോട് കൂടെ ഇതാ എന്നൊക്കെ പറഞ്ഞുള്ള ഗാനങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. ഇത്ര ചെറുതാകാൻ എത്ര വളരണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള കവിതയൊക്കെ ഈ കോൺഗ്രിഗേഷൻ്റെ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, അതിനാൽ ഈ വഴി മകൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നും ഇങ്ങനെ പോകാനായി മകന് കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതിനാൽ എൻ്റെ ആശംസ ഇതാണ്, ഈ മകനിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഇന്ന് പ്രാർത്ഥനയുടെ ആരംഭത്തിൽ 84-ാം സങ്കീർത്തനം ഉരുവിടുകയുണ്ടായി. അതിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനിലൂടെ നടക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്. 84-ാം സങ്കീർത്തനം 6 ഇപ്രകാരമാണ് ആ വചനം: അവർ ബാക്ക താഴ്വരയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കും. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കും. പറഞ്ഞു നോക്കിയേ, ബാക്ക താഴ്വരയിലൂടെ നടക്കുമ്പോൾ. അപ്പൊ നമുക്ക് തോന്നിയത് എവിടെയാണ് ഈ ബാക്ക താഴ്വര? അതൊരു കൗതുകം കാണുമല്ലോ. ഞാൻ അന്വേഷണം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് പാത്തമ്മാറയുടെ താഴ്വര പോലെയൊന്നും അല്ല. അതങ്ങനെയല്ല, അതൊരു പ്രത്യേക അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ബാക്ക താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലക്കണികകൾ ഒട്ടും പ്രത്യക്ഷപ്പെടാത്ത മരുഭൂമിയിലെ ഒരു താഴ്വര എന്നാണ് അർത്ഥം. പക്ഷേ അവർ അതിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവിടെ നീരുറവകൾ ഉണ്ടാകും. കൂടാതെ അനുഗ്രഹ മഴ, ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അടുത്ത ചോദ്യം, ആരാണ് ഈ അവർ? ദൈവത്തിൽ ഒട്ടി നിൽക്കുന്ന മനുഷ്യൻ,
അവൻ്റെ പേരാണ് ഭക്തൻ. ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭക്തൻ. ഭക്തന്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹപ്രവാഹമുണ്ടാകുകയാണ്. പൗരോഹിത്യം കൃപാപ്രസരണ വേദിയാണ്. ഇങ്ങനത്തെ പുരോഹിതരുണ്ടാവണം. കൃപാപ്രസരണം നടത്തുന്ന പൗരോഹിത്യ ശുശ്രൂഷ ഈ മകന് വേണ്ടി ആശംസിക്കാൻ അതാണ് എനിക്കുള്ളത്. യെശയ്യാ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, അവിടുന്ന് അവരെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും അവിടുന്ന് സമൃദ്ധി നൽകും, അസ്ഥികൾ ബലപ്പെടുത്തും, നനച്ച പൂന്തോട്ടവും വറ്റാത്ത ഉറവയും പോലെ ആയിരിക്കും അവർ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അഗസ്റ്റിൻ ഡീക്കന് ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ കൂടെ ഉണ്ടാവട്ടെ.